ഏതാ ന്യൂബോൾ സിനിമയല്ലേ? അതിനെപ്പറ്റി പറയാൻ പോകുന്നു. ഇപ്പം ഞാൻ ഈ കാണിച്ച പ്രൊഫഷനെ ആക്ച്വലി അതിന് ഹുക്കെന്നൊക്കെ ചിലർ പറയും. നമ്മളൊരു 30 സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം അഭ്യാസം കാണിക്കുന്നു. അപ്പോൾ 2.5 മണിക്കൂർ സിനിമയിലേക്കുള്ള ഒരാളുടെ ദൂരം ചെറുതല്ല. ആ 2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ ആ ഒരു പ്ലോട്ടൊന്ന് പിച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തെങ്കിലും പിന്നെ അങ്ങോട്ട് വൻ പൊളി. ഞാൻ പറഞ്ഞു വരുന്നത് നിവിൻ പോളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമാ പേരുകൾ നമ്മുടെ സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. ക്യാച്ചി ആയിട്ടുള്ള പേരുകൾ കാരണം നമ്മൾ സിനിമ പോയി കണ്ടിട്ടുണ്ട്. അതിൽ വിജയിച്ചതും വിജയിക്കാത്തതുമായിട്ടുള്ള സിനിമകളുമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ, ഇതിൻ്റെ പേരിൽ തന്നെ ആ ഒരു സിനിമയുടെ കംപ്ലീറ്റ് കോണ്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സർവമായ ഒരു ബ്രില്യൻ മൂവ് തന്നെയാണ്. അതുകൊണ്ട് എടുത്തു പറയേണ്ടത് സംവിധായകൻ അഖിൽ സത്യനെക്കുറിച്ചാണ്. നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട്, അദ്ദേഹത്തിൻ്റെ മകൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തും സംവിധാനവും, ഇത് രണ്ടും കൂടെ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഉദയനാട് താരം സിനിമ കണ്ട സമയത്ത് ഒരു സംവിധായകൻ തന്നെ എഴുതുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് ലോഹിതദാസ് അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ പലപ്പോഴും സംവിധായകൻ തന്നെ എഴുത്തുകാരനാവുമ്പോൾ മികച്ച സിനിമകൾ ഉണ്ടാകാറുണ്ട്. ഈ സിനിമയിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, നമുക്ക് മനുഷ്യർ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം, ആ സത്യം എനിക്കറിയാം. ആ സത്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർ പൂർണ്ണമായി വിശ്വസിക്കണമെന്നില്ല. ബിക്കോസ് അവരുടെ മനസ്സിലൊരു സത്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇതാണ് സത്യം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ അതിനെ വിശ്വസിക്കാനേ അവർ തയ്യാറാകത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മളുള്ള കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതിനെ നമുക്ക് വിശ്വസിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. ഈ ഒരു സിനിമയിൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും. അതുകൊണ്ട് ഇപ്പോൾ വീക്കെൻഡാണ്, എല്ലാവരും പോയി സിനിമ കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗംഭീര സിനിമയാണ്. ഒരുപക്ഷെ ഞാൻ പല റിവ്യൂസ് ചെയ്യുമ്പോഴും എനിക്കിഷ്ടപ്പെടുന്ന നല്ല സിനിമകളെന്ന് തോന്നുന്നതിന് മാത്രമേ റിവ്യൂ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രവും നിങ്ങളുടെ മുമ്പിൽ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ കണ്ടൊരു അഭിപ്രായം. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി അടിച്ചു പൊളിച്ച് സിനിമ കാണുക. സർവം മായ.